മഠം തുടങ്ങിയിട്ട് ഏകദേശം 25 വർഷമായി. മഠത്തിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ പൂർവാശ്രമത്തിലെ കാര്യം കൂടി പറയാതിരിക്കാൻ പറ്റില്ല. PG കഴിഞ്ഞതിന് ശേഷം പെരിയയിൽ വന്നിട്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് തിരികൊളുത്തുകയായിരുന്നു. 5 കുട്ടികളുമായിട്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഡോക്ടർ അംബേദ്കറിൻ്റെ പേരിൽ തുടങ്ങി. ഹായ്, വൈശ്വാണ്. എൻ്റെ പുതിയ വീടിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പെരിയ പയറ്റിച്ചാൽ ഓം ശ്രീ മഠത്തിലാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടുത്തെ ഗുരുജിയോട് ചോദിച്ച് മനസ്സിലാക്കാം. ശേഷം വീട്ടിലേക്ക് കാണാം. നമസ്കാരം. നമസ്കാരം. അപ്പോൾ സ്വാമിയെ കുറിച്ചിട്ട് നിങ്ങളെ കുറിച്ചൊന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. മഹാമണ്ഡലേശ്വര സ്വാമി ഓം ശ്രീ വിദ്യാനന്ദ സരസ്വതി, അഖണ്ഡ ഭാരത സനാതന സന്ത സമിതി ദേശീയ അധ്യക്ഷൻ, പെരിയ ശ്രീശൈലം ദേവി ക്ഷേത്ര തന്ത്രി, ഓം ശ്രീ മഠത്തിൻ്റെ മുൻ മഠാധിപതി, ഇപ്പോഴത്തെ മഠാധിപതി മാതാശ്രീ ശിവജ്ഞാനമയി സരസ്വതി. നമസ്തേ, ഞാൻ ഓം ശ്രീ മഠത്തിലെ മാതാശ്രീയാണ്. ഓം ശ്രീ ശിവജ്ഞാനമയ സരസ്വതി എന്ന് പറഞ്ഞിട്ടാണ്. ഓം ശ്രീ മഠം എന്ന് പറയുന്നത് ഒരുപാട് സ്ത്രീകൾക്ക് ആധ്യാത്മികതയിലും മറ്റു കാര്യങ്ങളിലേക്ക് വളരാൻ വേണ്ടിയിട്ട് സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു ശ്രേഷ്ഠ മഠമാണ്. ഓം ശ്രീ മഠവും ശ്രീശൈല ക്ഷേത്രവും രണ്ടും ഒരേ ഭാഗമാണ്. അതിന് മഠമായിട്ട് വരുന്നതാണ്. നമ്മളായിട്ട് സ്ഥാപിച്ച മഠമാണിത്. നമ്മളെ വെല്ലിച്ചൻ എന്ന് പറയുന്ന പരമഗുരുവിൽ നിന്ന് സ്ഥാപിതമായി ക്ഷേത്രം മഠമൊക്കെയാണ്. ഇപ്പോൾ രണ്ടാമത്തെ നമ്മളാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. പിന്നെ ഈ മഠത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഇത് ഋഷി പരമ്പരയാണ്. നമ്മൾ സ്വാമിജിയും നമ്മളും കൂടി ഒന്നിച്ച് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു മഠമാണ്. സാമ്പ്രദായികമായിട്ടുള്ള മഠമാണ്. പൂർവ്വ കാലഘട്ടത്തിൽ ഉണ്ടായ ഋഷിപത്നി ആ രീതിയിലാണ് ഒക്കെ ആധ്യാത്മികത ഉണ്ട്. അതേ കാര്യങ്ങൾ പിന്തുടർന്നു കൊണ്ട് വരുന്ന ഒരു രീതിയിലാണ് നമ്മുടെ ആചരണ അനുഷ്ഠാന പദ്ധതികളൊക്കെ പോകുന്നതാണ്. പിന്നെ ക്ഷേത്ര പൂജാതി കാര്യങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് ചെയ്യാമെന്ന് തെളിയിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു മഠവും ക്ഷേത്രം കൂടിയാണ്. അധികാരികളെ പറയുന്ന വെച്ചാൽ ഒരുപാട് പൂജകളും ഹോമങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ഒരുപാട് ചെയ്തു. അതിൻ്റെ ഒരു വെളിച്ചത്തിൽ കൂടി പറയുകയാണ്. എല്ലാത്തിനും ഗുരുവായ സ്വാമിജിയിൽ നിന്നാണ് ഉപദേശ കാര്യങ്ങളൊക്കെ നേടി. അതുപോലെ പരമഗുരുവിന്റെ അനുഗ്രഹത്താൽ ഇന്ന് ആധ്യാത്മിക രംഗത്ത് ഒരുപാട് വളരാനും ഒരുപാട് ഹോമങ്ങളും യജ്ഞങ്ങളും പൂജാദികളും അതുപോലെ തന്നെ പല ഇടങ്ങളിലും പോയി, അതായത് അയോധ്യ പ്രാണപ്രതിഷ്ഠം, അതുപോലെ കാശിയിൽ പോയിട്ട് അഭിഷേകം ചെയ്യാനും ഒരുപാട് അവസരങ്ങളൊക്കെ കിട്ടി. പ്രയാഗിൽ പോയിട്ടും പോലും നമ്മൾക്ക് അവിടെ മഹാകുംഭമേളത്തില് പോയ സന്ദർഭത്തില് 10 ദിവസം കാലം അവിടെ തങ്ങി അവിടെയും ഹവനം ചെയ്യുവാനുള്ളൊരു മഹാഭാഗ്യവും അവസരം കിട്ടിയത് കൂടിയാണ് നമുക്ക് ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. പ്രാർത്ഥനകള്, അനുഷ്ഠാനങ്ങള്, ജപങ്ങള് ഇതൊക്കെ പൂർവികമായിട്ട് തന്നെ ഉണ്ടായതാണ്. പക്ഷെ അതിലുപരി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് ഓരോ വീട്ടുകളിലും തെളിക്കുന്ന പ്രകാശം അത് ആ വീട്ടിലെ വീട്ടമ്മയായ സ്ത്രീകളിൽ നിന്നുമാണ് പ്രകാശിക്കേണ്ടത്. അതാ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാന ഘടകമാണ്. നമുക്ക് പൂർവികമായിട്ട് പറഞ്ഞു തന്ന പല കാര്യങ്ങളും ഇപ്പോൾ ആചരിക്കാണ്ട് മുടങ്ങിക്കിടക്കുന്നുണ്ട്. പല വീടുകളിൽ വിളക്ക് കത്തിക്കാനാവട്ടെ, പ്രാർത്ഥനകൾ ചെയ്യാനാവട്ടെ, ആരും പറഞ്ഞു കൊടുക്കാനില്ല. അഥവാ പറഞ്ഞു കൊടുത്താൽ നമുക്കത് ചെയ്യാനുള്ള സമയമില്ല എന്നതൊരു കാരണത്താൽ പലതും മുടങ്ങി പോകുന്നുണ്ട്. ഞാൻ എല്ലാവരോടും പറയുക എന്താന്ന് വെച്ചാല് ആ വീട്ടിലെ സന്തോഷങ്ങള്, ഐക്യത, അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലും ആ വീട്ടിലെ വീട്ടമ്മയാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ ചെയ്താൽ പിന്നെ നമുക്ക് എവിടെയും ഒന്നിനും തേടി പോവേണ്ട ആവശ്യകത അവിടെ വരുന്നില്ല. നമുക്ക് മനസ്സമാധാനമില്ല, സന്തോഷമില്ല, കുറവുകളുണ്ട് നമ്മൾ ചിന്തിക്കുന്നത് അത് നമ്മൾ സ്വയം ഉണ്ടാക്കി വെക്കുന്ന ചിന്തകൾ മാത്രമല്ലാണ്ട് ആർക്കും ഒന്നിന്റെ കുറവുകൾ ഈ ഭൂമിയിൽ ദൈവദേനായിട്ട് ഉണ്ടായിട്ടില്ല. പക്ഷെ അത് പ്രകാശിപ്പിക്കുന്ന ആ വീട്ടിൽ നിന്ന് ഉണ്ടാകുന്ന പ്രാർത്ഥന കൊണ്ട് ആ വീട്ടിൽ നിന്ന് വീട്ടമ്മയിൽ നിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് പറയാൻ കാരണം എന്താ വെച്ചാല് ഓരോ വീട്ടിലും ഓരോ സ്ത്രീകൾക്കും അവരുടേതായ ഒരു പ്രത്യേകതയും ആ വീട്ടിലെ ഒരു ദീപം എന്ന് പറയാ അഥവാ ദൈവ സാന്നിധ്യം ആ വീട്ടിലെ സ്ത്രീകൾ തന്നെയാണ്. അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയാൽ ഒരിക്കലും നമുക്ക് പരാജയം ഒരു വീട്ടിലും വരില്ല. അതുപോലെ തന്നെ സ്ത്രീകൾ ചെയ്യേണ്ട കടമകൾ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ ആ വീട് എപ്പോഴും ഒരു ദേവാലയമായിട്ട് മാറും എന്നതിൽ സംശയമില്ല. ഇപ്പോൾ നിങ്ങൾ ഈ മഠം തുടങ്ങിയിട്ട് എത്ര വർഷമായി? മഠം തുടങ്ങിയിട്ട് ഏകദേശം 25 വർഷമായി. മഠത്തിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ പൂർവാശ്രമത്തിലെ കാര്യം കൂടി പറയാതിരിക്കാൻ പറ്റില്ല. 1984
എഡ്യൂക്കേഷൻ കഴിഞ്ഞ് PG കഴിഞ്ഞതിന് ശേഷം പെരിയയിൽ വന്നിട്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് തിരികൊളുത്തുകയായിരുന്നു. 5 കുട്ടികളുമായിട്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഡോക്ടർ അംബേദ്കറിൻ്റെ പേരിൽ തുടങ്ങി. അത് വളർന്ന് LKG മുതൽ +2 വരെ ഡിഗ്രി സ്ട്രീമും PG സ്ട്രീമും ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ കണ്ണൂർ സർവകലാശാലയിലെ ആദ്യത്തെ B.Ed കോളേജ് എന്നിങ്ങനെയുള്ള സ്ഥാപനങ്ങളായിട്ട് ഇത് വളർന്ന് 35 വർഷക്കാലം ആ സ്ഥാപനത്തിൻ്റെ ഫൗണ്ടറാണ്. ആ സ്ഥാപനം നടത്തി. അതിനുശേഷം ആധ്യാത്മിക രംഗത്തേക്ക് ആ കാലത്ത് തന്നെ ശക്തമായ പ്രാർത്ഥനാദികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 2010 ആകുമ്പോഴാണ് സമ്പൂർണ്ണമായിട്ട് ഞാൻ സന്യാസാശ്രമത്തിലേക്ക് വരുന്നത്. നമ്മുടെ സന്യാസാശ്രമം എന്ന് വെച്ചാൽ അത് അദ്വൈത സിദ്ധാന്തമാണ്, ശ്രീവിദ്യാ സമ്പ്രദായമാണ്, ബ്രഹ്മചാരിത്വമല്ല, ഋഷി സമ്പ്രദായമാണ്. പതിയും പത്തിയും രണ്ടുപേരും, ഞങ്ങൾ ദമ്പതികൾ രണ്ടുപേരും സന്യാസം സ്വീകരിക്കുന്ന ഒരു വിശേഷ സമ്പ്രദായമുള്ള പ്രാചീന മഠമാണ്. അവിടെ ശക്തി ഉണ്ടെങ്കിലേ ശിവനുള്ളൂ എന്ന തത്വത്തിലാണ് ഞങ്ങൾ. ബ്രഹ്മാവ് വേണമെങ്കിൽ സരസ്വതി വേണം, വിഷ്ണു വേണമെങ്കിൽ ലക്ഷ്മി വേണം, ശിവൻ വേണമെങ്കിൽ പാർവതി വേണം. ആ കൺസെപ്റ്റിൽ സൗന്ദര്യലഹരിയുടെ 1ാമത്തെ ശ്ലോകം പോലും പറഞ്ഞിരിക്കുന്ന നാരീശക്തിക്ക് പ്രാധാന്യം. അപ്പോൾ ഈ മഠം എന്ന് പറയുന്നത് സനാതന സംസ്കൃതി വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് 2013 മംഗലാപുരം ആസ്ഥാനമായിട്ടാണ് മഠം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഭാരതത്തിലുള്ള വ്യത്യസ്ത സമ്പ്രദായത്തിലുള്ള പല സന്യാസ മഠങ്ങളുടെയും ഏകോപനമായ ഒരു സംഘടനയാണ് അഖണ്ഡ ഭാരത സനാതന സന്ത സമിതി. ആ സംഘടനയുടെ ദേശീയ അധ്യക്ഷൻ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് മഠത്തിൻ്റെ ഉത്തരവാദിത്തം എന്ന് വെച്ചാൽ ജനങ്ങളുടെ മനഃശുദ്ധി, ചിന്താശുദ്ധി, കർമ്മശുദ്ധി. അവിടെ വരുന്ന ചോദ്യം ആർക്കാണ്? നമ്മുടെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മഠത്തിൻ്റെ കൺസെപ്റ്റിൽ ഒരു ജാതി മാത്രമേ മനുഷ്യനുള്ളൂ, അത് മനുഷ്യജാതിയാണ്. ലിംഗങ്ങൾക്കും വർണ്ണഭേദങ്ങൾക്കും അതീതമായിട്ട് സാമ്പ്രതികമായിട്ട് ആചരിക്കുന്ന സമ്പ്രദായങ്ങൾ വേറെ ആയിരിക്കാം. പക്ഷേ പഞ്ചഭൂതങ്ങളായ വായു, അഗ്നി, ജലം, ആകാശം, ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളിൽ നിന്ന്, നവഗ്രഹങ്ങളിൽ നിന്ന്, രാശികളിൽ നിന്ന്, തിഥികളിൽ നിന്ന്, നക്ഷത്രങ്ങളിൽ നിന്നുള്ള ആകർഷണ വലയത്തിൽ നിന്നാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് അവിടെ മനുഷ്യന് ജന്മന വ്യത്യസ്തരല്ല, ജാതിയില്ല, മതമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മഠമാണ് ഞങ്ങളുടെ ഓം ശ്രീ മഠം. ഇവിടെ പ്രധാനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് പ്രകൃതിയുടെ രൂപമാണ്. സമുദ്രം മുതൽ ഹിമാലയം വരെയുള്ള ജീവചൈതന്യ സ്രോതസ്സുകൾക്ക് ഉത്തേജനമാകുന്ന ശക്തി എന്താണോ ആ ശക്തിയാണ് നമ്മൾ ദേവി എന്ന് പറയുന്നത്. അത് 9 ചക്രങ്ങളായിട്ട് മേരു ശ്രീചക്ര പ്രതിഷ്ഠയിലാണ് ആരാധന ചെയ്യുന്നത്. ആ മേരു ശ്രീചക്ര പ്രതിഷ്ഠ ശ്രീശൈലം ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് ഈ പ്രപഞ്ച പൂജയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ഈ മണ്ഡപത്തിൽ നിങ്ങൾ കാണുന്നത് ഈ മഠം സ്ഥാപിച്ച പരമഗുരുജിയാണ്, ഗുരുമാതാവാണ്. 2021 അവർ സമാധിയാണ്. ഈ സമാധി സ്ഥാനത്ത് ശിവശക്തി സാന്നിധ്യമായിട്ട് ഞങ്ങൾ ആരാധന ചെയ്യുന്നു. ഏവർക്കും ഭൗതിക ശരീരമില്ലെങ്കിലും അവരുടെ ജ്ഞാനവും അവരുടെ ചൈതന്യവും അവിടെ ലയിച്ചിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ്റെ മനഃശുദ്ധി, ചിന്താശുദ്ധി, കർമ്മശുദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മഠമാണ്. 2013 പ്രവർത്തിച്ച് മംഗലാപുരത്ത് ശാഖാമഠമുണ്ട്. ഇതിൻ്റെ മൂലമഠമായിട്ട് ഇവിടെയാണ്. ഇവിടെ ഈ ഭൂമി, ഇവിടെ ഈ മഠം ഇന്ന് ആയിരിക്കുന്ന ഈ പൂർവാശ്രമത്തിലെ ഭവനം ഒരു 120 വർഷം പഴക്കമുള്ള ഭവനമാണിത്. ആ ഭവനത്തിൻ്റെ പണ്ടത്തെ പാരമ്പര്യമായ രീതിയിലുള്ള, അതിൽ ഇന്നത്തെ ആധുനിക കാലത്തെ കോൺക്രീറ്റ് വർക്കുകളൊന്നുമില്ലാതെ പഴയ അതേ നിലവാരത്തിൽ നിലനിർത്തുന്നതും കൂടി ഞങ്ങളതിനെ ശ്രദ്ധിക്കുന്നു. ആ പ്രാചീനത, ആ പാരമ്പര്യങ്ങളൊക്കെ അതുപോലെ നിലനിർത്തുന്ന ഒരു ഭവനമാണ്. ഇവിടെ നമ്മുടെ പൂർവാശ്രമത്തിലെ എൻ്റെ ഭവനമായിരുന്നു, ഇപ്പോഴിത് മഠമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഓം ശ്രീ മഠത്തിൻ്റെ ചുരുക്ക ചരിത്രം ഇതാണ്. ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രചരണങ്ങളാണ്. ജനങ്ങളെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന ദൈനംദിന ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറ്റുന്നതിന് എങ്ങനെയാണ് ആത്മീയത അവരെ സഹായിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ ആത്മീയത കൊണ്ട് മനുഷ്യന് അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നിരാശകളെയും, എല്ലാ ദുരന്തങ്ങളെയും, എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുവാനുള്ള ഒരു മൈക്രോസ്കോപ്പിക്കൽ
എനർജി മൂവ്മെന്റ് ആണ് ആത്മീയത എന്ന് പറയുന്നത്. ആത്മീയത എന്ന് പറയുന്നത് അന്ധമായ വിശ്വാസമല്ല, അത് ശാസ്ത്രീയപരമായിട്ട് യാഥാർത്ഥികമായ വിശ്വാസത്തിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് പ്രചോദനങ്ങൾ കൊണ്ട് നമ്മുടെ ഭൗതികമായ മിഥ്യയായ ജീവിതത്തിനെ നമുക്ക് നിത്യയായ ചൈതന്യത്തിലേക്ക് ലയിപ്പിക്കാൻ പറ്റാവുന്ന ഒരു ഘട്ടവും കൂടിയാണ് ഒരു ആധ്യാത്മികതയും അതുപോലെ പ്രാർത്ഥനാദികളും. അതാണ് ഞങ്ങളിവിടെ വരുന്നവർക്ക് ഏത് രീതിയിലാണ് നമ്മുടെ മനുഷ്യജന്മത്തിനെ ശ്രേഷ്ഠകരമാക്കേണ്ടത്, എങ്ങനെയാണ് ജീവിതം സന്തോഷകരമായി മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു ദൗത്യമാണ് മഠത്തിൻ്റെ. ഈ മഠത്തിൽ 2027 മെയ് 7 മുതൽ മെയ് 14 വരെ നമ്മുടെ മൂലക്ഷേത്രത്തിൽ ഒരു അതിവിശിഷ്ടമായ കലിയുഗത്തിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത ഒരു മഹായാഗം തീരുമാനിച്ചിരിക്കുകയാണ്. പ്രപഞ്ചയജ്ഞമാണ്. അവിടെ വൈശാഖപക്ഷ പ്രഥമ മുതൽ വൈശാഖപക്ഷ നവമി വരെ പ്രപഞ്ചത്തിലെ ഏകദേശം ഈ കേരളത്തിലെയും മറ്റു സംസ്ഥാനങ്ങളിലെ എല്ലാ മഠങ്ങളെയും സഹകരിപ്പിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളെയും സഹകരിപ്പിച്ചുകൊണ്ട് പ്രകൃതിയിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ചൈതന്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു മഹായജ്ഞത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആ യജ്ഞത്തിൻ്റെ പ്രവർത്തന ശാലയിലാണ് ഞങ്ങൾ ഇന്നുള്ള നാട്ടുകാരുടെ കമ്മിറ്റി, സമൂഹ കമ്മിറ്റി, സ്വാമിമാരുടെ കമ്മിറ്റി, ഇതൊക്കെ ആയിട്ട് ഒരു കലിയുഗത്തിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത ഒരു മഹാസംഭവം പെരിയ ശ്രീശൈലം ദേവീക്ഷേത്രത്തിൽ ഓംശ്രീ മഠത്തിൻ്റെ നേതൃത്വത്തിൽ മഹാമണ്ഡേശ്വര ഞാനും മാതാശ്രീ ശിവജ്ഞാനമയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഇവിടെ നടക്കാൻ പോവുകയാണ്. ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വേറൊന്നുമല്ല, 125 വർഷമായിട്ട് പൊട്ടൻ ദൈവത്തിനെയും വിഷ്ണുമൂർത്തിയെയും ഇവിടെ കെട്ടിയാടിക്കുന്നുണ്ട് തുടർച്ചയായിട്ട്. ഈ ദൈവം എന്ന സങ്കല്പത്തെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ദൈവം എന്ന സങ്കല്പം, ദൈവം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് എൻ ഇമേജ്. അതിന് രൂപമോ ഭാവമോ ഇല്ലാത്ത ഒരു ശക്തി സ്രോതസ്സാണ് ദൈവം. അത് നമുക്ക് നമ്മുടെ സെൻസിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് രൂപഭാവങ്ങൾ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ദൈവം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും ആഴത്തിൽ പോയാൽ നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് കാണാൻ പറ്റാവുന്നതിനും അപ്പുറത്ത് ഒരു ലോകം. അവിടെ നിന്ന് സ്ഫുരിക്കപ്പെടുന്ന ചില ശക്തി ചൈതന്യങ്ങളാണ്. ആ ശക്തി ചൈതന്യങ്ങളുടെ വലയത്തിലാണ് നാം ഓരോ മനുഷ്യൻ്റെയും ദൈനംദിന പ്രവർത്തനങ്ങൾ പോകുന്നത്. ഒരു മനുഷ്യൻ എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞ് അവൻ്റെ കാലഘട്ടം കഴിയുന്നവരെ അവൻ എന്ത് ഉദ്ദേശത്തിനാണ് ജനിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിത ഉദ്ദേശം മനസ്സിലാവുന്നത്. ഒരു നാടകത്തിൽ സ്ക്രിപ്റ്റ് എഴുതുന്ന പോലെയാണ് ഓരോ ആത്മാവും ഓരോ ശരീരം സ്വീകരിച്ചപ്പോൾ അവർക്ക് ചില നിർണയിക്കപ്പെട്ട ചില കടമകളുണ്ട്. ആ കടമകൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ശരീരത്തിലേക്ക് ആ ചൈതന്യങ്ങൾ വന്നിരിക്കുന്നത്. ആ ചൈതന്യത്തിന് നമ്മൾ ശുദ്ധീകരിക്കുമ്പോഴാണ് ദൈവം എന്ന അർത്ഥം വരുന്നത്. അവിടെ നമ്മൾ അത് പ്രകൃതിയെ ദൈവമായി കാണാം, പ്രകൃതിയിലെ നമ്മൾ കൊടുക്കുന്ന പേരിട്ട് ദൈവത്തിനെ വിളിക്കാം, പരബ്രഹ്മത്തിനെ ദൈവം എന്ന് വിളിക്കാം. അപ്പോൾ എല്ലാറ്റിനും ഉപരിമായ ഒരു ശക്തി, അതിനെ നമ്മൾ എങ്ങനെ കാണുന്നു, അതാണ് നമ്മുടെ ദൈവം. ഈ മഠത്തിൽ വന്നു പോകുന്നവർക്ക് ഇവിടെ നിൽക്കല താമസ സൗകര്യം ഒന്നുമുണ്ടോ? മഠത്തിൽ നമ്മളെ മുഖ്യമായിട്ടെന്ന് വെച്ചാൽ ഭക്തന്മാരാണ് വരുന്നത്. ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളുമായിട്ടാണ് പലരും വരാറ്. ആധ്യാത്മിക മാർഗത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് മഠത്തിലേക്ക് വന്നവരെല്ലാവരും സമ്പൂർണ്ണമായിട്ട് സ്വജീവിതം വിട്ടിട്ട് ആധ്യാത്മികത്തിലേക്ക് വേണമെന്ന് ഒരിക്കലും ഞങ്ങൾ പറയാറില്ല. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആത്മീയ ചൈതന്യങ്ങൾ കൊണ്ട് ഞങ്ങൾ നേടിയെടുത്തിരിക്കുന്ന സിദ്ധികൾ കൊണ്ട് അവരുടെ വിഷയങ്ങൾ മുഴുവൻ ഞങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അതിനുള്ള കാര്യകാരണങ്ങൾ അടക്കം പറഞ്ഞ് അതിന് പരിഹാരങ്ങൾ ഞങ്ങൾ ജപിച്ചു കൊടുത്തിട്ട് അവരുടെ ജീവിതത്തിലെ നെഗറ്റീവ്സ് ഞങ്ങൾ മാറ്റി കൊടുക്കുന്നു. അതുപോലെ ഭജനങ്ങളും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി 2-3 ദിവസം വന്നിട്ട് ആ ക്ഷേത്രത്തിലും കൂടി താമസിക്കുന്നവരുണ്ട്. നിത്യ അന്തേവാസികളായിട്ട് ആരെയും ഞങ്ങൾ മഠത്തിൽ നിർത്താറില്ല. പക്ഷെ കാര്യങ്ങൾക്ക് വരും, 2-3 ദിവസം ഇവിടെ നിൽക്കും, ഇല്ല സൗകര്യത്തിനനുസരിച്ച് ജീവിച്ച് അവർ പ്രാർത്ഥനാദികൾ ചെയ്യേണ്ട നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയാൽ ആ രോഗം മാറുന്ന ഒരു കോഴ്സ് ഉണ്ട്. അതേപോലെ ചിലവരുടെ പ്രാർത്ഥിക്കാൻ വന്നാൽ അതൊക്കെ പൂർണ്ണമായിട്ടും ഒരു മോണിറ്ററി ബെനിഫിറ്റ് വെച്ച് ഒരു പൈസ തീരുമാനിച്ചിട്ട് ഒരിക്കലും മഠത്തിൽ ഞങ്ങൾ
പ്രവർത്തനം ചെയ്ത് കൊടുക്കാറില്ല. ആർക്ക് വേണമെങ്കിലും വരാം, ആർക്ക് വേണമെങ്കിലും ജപിക്കാം, ആർക്ക് വേണമെങ്കിലും ഇല്ല സൗകര്യത്തിൽ താമസിക്കുന്നതിന് ഒരു ഇതുമില്ല. പൂജകളും കാര്യങ്ങളും അവർക്ക് ഇഷ്ടമുള്ള ചെയ്യാം. അല്ലാണ്ട് ഇത് ആധ്യാത്മികത ഒരു ബിസിനസ്സായിട്ട് തുടരുന്നതിന് 100% ഞങ്ങൾ എതിരാണ്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ സന്യാസ മാർഗത്തിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ 4 ഘട്ടങ്ങളാണ്: ബ്രഹ്മചാരി, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ജീവിതത്തിൽ ജന്മം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പാലിക്കേണ്ട നമ്മുടെ മാതാപിതാക്കളുടെ ധർമ്മം അത് പുത്രധർമ്മമാണ്. നമ്മളെ മക്കളോടുള്ള ധർമ്മം അത് പിതൃധർമ്മമാണ്. നമ്മുടെ സമൂഹത്തോടുള്ള ധർമ്മം ആ ധർമ്മങ്ങളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ആധ്യാത്മയിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുന്നത്. അതുകൊണ്ട് സമ്പൂർണമായിട്ട് എല്ലാ ജ്ഞാനങ്ങളും അറിഞ്ഞുകൊണ്ട് അതിലേക്ക് ആധ്യാത്മയിലേക്ക് കടന്ന് ആഗ്രഹങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ആത്മീയതയിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ്. അല്ലാണ്ട് ആത്മീയതയിൽ വന്നിട്ട് പണം സമ്പാദിക്കണമെന്നോ ആത്മീയതയിൽ വന്നിട്ട് ആഗ്രഹങ്ങൾ ഇല്ലാതെ നിഷ്കാമമായ ഒരു സേവനമാണ് ഇന്ന് ഓം ശ്രീ മഠം നടത്തുന്നത്. അപ്പോൾ നിങ്ങളെ വിലപ്പെട്ട സമയം നമ്മൾ ചിലവാക്കിയതിന് ഒരുപാട് നന്ദിയുണ്ട്. രണ്ടോട് സന്തോഷം. അപ്പോൾ ഒരു ദിവസം ഞാൻ കൂടുതലായിട്ട് വരുന്നുണ്ട് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇപ്പോൾ സമയത്തിന്റെ പ്രശ്നത കൊണ്ട് ഇവിടെ ഇപ്പോൾ അവസാനിക്കുന്നു. ഒരു വ്യക്തി കൂടി ഞാൻ ഇവിടെ നല്ല വരുന്നുണ്ട് കൂടുതൽ അറിയാൻ വേണ്ടി. തീർച്ചയായിട്ടും വരാം. മഠത്തിനെ കുറിച്ച്, ക്ഷേത്രത്തെ കുറിച്ച്, അതുപോലെ ആത്മീയതയെ കുറിച്ച്, അതിന്റെ പാതനെ കുറിച്ച് എന്തറിയണമെങ്കിലും ഇവിടെ വരാം, വിളിക്കാം, വന്നിട്ട് കാര്യങ്ങൾ ചോദിക്കാം. അതിന് വേണ്ട രീതിയിൽ ദൈവാധീനം കൊണ്ട് പറയാൻ അറിയുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അത് സമൂഹത്തിനും എല്ലാവർക്കും ഉപകരിക്കുന്നതിന് അതൊരു വലിയ കാര്യം തന്നെ. ഏതായാലും വൈശാഖ് ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞ സന്തോഷമായി. അന്വേഷിച്ച് വന്നിട്ട് ഞങ്ങളോട് കാര്യങ്ങൾ അറിഞ്ഞു. ഈ എൻതൂസിയാസ്റ്റിക് ഒരു ചാലഞ്ചിങ് നാച്ചുറൽ മുമ്പോട്ട് വന്നത് വളരെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഇതുപോലെ എല്ലാം ഒരു യൂട്യൂബായിട്ട് വേണം, അതിൽ കൂടുതൽ കാര്യങ്ങൾ വേണം, വെറൈറ്റീസ് ഉണ്ടാക്കണം എന്നുള്ള ചിന്ത വന്നത് തന്നെ വലിയ കാര്യമാണ്. എന്നാലും ഏറ്റവും കൂടുതൽ ഇന്ന് പിള്ളേരിൻ്റെ എത്രയോ ഇരട്ടി സബ്സ്ക്രൈബ്സില്ല ഒരു യൂട്യൂബ് ചാനലായിട്ട് ഇത് മാറട്ടെ. ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന വികാരങ്ങളും പ്രശ്നങ്ങളും എന്താണ് എന്ന് പൊതുസമൂഹത്തിന് അറിയിക്കാനുള്ള ഒരു വേദിയായിട്ട് ഈ യൂട്യൂബ് ചാനൽ മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശീർവാദ അനുഗ്രഹങ്ങളും. ഈ മഠം ശരിക്കും ഇവിടെ നിലകൊള്ളുന്നത് തന്നെ ധർമ്മത്തെയും നീതിയെയും ന്യായവും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു അവിശ്വാസത്തിനെ ഇവിടെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല, പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നുണ്ട്. പക്ഷേ വിശ്വാസത്തിനെ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട് ഇവർ കൂടുതൽ. പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അടുത്ത കാഴ്ച എന്ന് വെച്ചാൽ ഒരു പഴയ രീതിയിൽ ഒരുപാട് കാഴ്ച കാണാൻ പറ്റിയത്. ഇവിടെ ഇത് മഠം മാത്രമല്ല കേട്ടോ, അത് ദൈവികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ നിന്നിട്ട് ഇങ്ങനെ മഴകളും ഇവിടുത്തെ കാഴ്ചകളും നമ്മുടേതായ രീതിയിലുള്ള ഒരുപാട് വർത്തമാനം പറഞ്ഞു നിൽക്കുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു കുളിർമ കേട്ടോ. അതിവിടെ വന്നിട്ട് ആസ്വദിച്ചാലേ അറിയാൻ പറ്റും ശരിക്കും. അത്ര മനോഹരമായിട്ടുള്ള ചുറ്റുപാടാണ് ഇതിന് ചുറ്റുമുള്ളത്. എന്നാൽ ശരി കേട്ടോ, മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടിക്കോ. മറ്റൊരു വ്യത്യസ്തമായിട്ട് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അതുവരേക്കും എല്ലാവരോടും സ്നേഹം മാത്രം.